ഞങ്ങൾ കനകക്കുന്നിലെ വസന്തോത്സവം കാണാനായിട്ട് പോവുകയാണ്. വരുന്ന വഴിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഒരു ടീ ഷോപ്പിൽ കയറി കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് മ്യൂസിയം വഴി കനകക്കുന്നിലോട്ട് നടക്കുവാണ്. ഞങ്ങൾ 2 വീലറിലാണ് വന്നത്. വണ്ടി പാളയത്ത് വെച്ചിട്ട് ഞങ്ങൾ നടന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ നടന്ന് എൻട്രൻസ് പോർഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ്സ് പെർ പേഴ്സൺ 50 റുപ്പീസാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇതെന്തോ ഇല്യൂഷൻ പോലത്തെ ഒരു സംഭവമാണ്. എന്നിട്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ എൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. എൻ്റെ അകത്ത് കയറിയപ്പോൾ കണ്ടത് ഇങ്ങനെയാണ്. പിന്നെ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ, കൊള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഡാർക്ക് ആവുന്നതിന് മുന്നേ, അതായത് ഒരു 5:36 ഞങ്ങൾ ഈ സ്ഥലത്ത് എത്തിയായിരുന്നു. അതുകൊണ്ട് അത്ര സ്കൈ ഒന്നും ഡാർക്ക് ആവാത്തതുകൊണ്ട് ലൈറ്റ്സിൻ്റെ ആ ഒരു എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് കറക്റ്റായിരുന്നു. എന്നാലും ഞങ്ങൾ ഡാർക്ക് ആവുന്നതിന് മുന്നേ ഉള്ളിൽ കയറിയതുകൊണ്ട് തന്നെ നടന്ന് കണ്ടു തുടങ്ങിയപ്പോഴേ സ്കൈ ഒക്കെ ഇച്ചിരി ഡാർക്കായി. പിന്നെ അങ്ങോട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോയി ഇതുപോലെ കണ്ടു. കുറേ ഇതുപോലെ ലൈറ്റ്സിൻ്റെ സെക്ഷൻസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഇഗ്ലൂവിൻ്റെ ഒരു മോഡലാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്കിൻ്റെ അകത്ത് കയറാം. കുറച്ച് തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട്. അത് കൊള്ളാം. ഒരു ഇഗ്ലൂ ഫീലൊക്കെ കൊണ്ടുവരാൻ അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പോളാർ ബിയറൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത്. ഇവിടെ ഫ്ലവർ ഷോയും നടക്കുന്നുണ്ട്. ഇനി ഫ്ലവേഴ്സിൻ്റെ സെക്ഷൻസും ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. ഇതൊരു LED പാത്തയാണ്. ഇതിലൂടെ നടന്നു വേണം നമുക്ക് അപ്പുറത്തെത്താൻ. പണ്ട് പോക്കോയിൽ കാണിക്കുമായിരുന്ന ഒരു ഗെയിമിൻ്റെ പ്രോഗ്രാം പോലെ ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ. ഈ നടന്നു പോകുന്നത് ഇനി കുറേ പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് സമയം പോയത് പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഈ ബോൺസായി ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഡിഗ്രിക്ക് ഹോർട്ടിക്കൾച്ചർ പേപ്പർ പഠിച്ച ഒരു ഓർമ്മ പെട്ടെന്ന് ഇങ്ങനെ വന്നു. അയ്യോ, അതൊന്നും ഓർക്കാനേ വയ്യ. ഞാനും ബോട്ടണിയും പണ്ടേ ശത്രുക്കളാണ്. ഇതൊക്കെ അവിടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ആയിരുന്നു. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ കുറച്ച് ഫുഡ് കോർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് മൊഹബത്ത് കാ സർബത്ത് ട്രൈ ചെയ്തു. വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ നേരെ ഗെയിംസിൻ്റെ സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും തിരിഞ്ഞില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് നടന്നു. ഈ ഫുഡ് കോർട്ടാണ് അവിടുത്തെ ലാസ്റ്റ് പോർഷൻ. നമുക്ക് എന്ത് കഴിക്കണം എന്ന് ആലോചിച്ച് ഞങ്ങൾ കുറച്ച് സമയം കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം മോമോസ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. ഞങ്ങൾ ഇവിടുന്ന് ഫ്രൈഡ് മോമോസാണ് വാങ്ങിയത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തോട്ട് ഇനി നടന്ന് വേണം പോകാൻ. സോ ഞങ്ങൾ രാത്രി റോഡിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റോഡിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റ്സൊക്കെ കണ്ട് ഞങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് റോഡിൽ കൂടെ നടന്നു പോവുകയാണ്. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയുടെ വൺ ഓഫ് ദ മെയിൻ പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇത്. പിന്നെ ഞങ്ങളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു ലൈമും ഒരു ഷേക്കും പിന്നെ ഒരു ബൺ ഷവർമയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ബൺ ഷവർമയുടെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ വീണ്ടും ഒരു നല്ല ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത വർഷം കാണാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.